ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഒരുപാട് നാൾക്ക് മുൻപാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും ഈ അമ്പലത്തിലേക്ക് പോയതും. ഇന്നപ്പോൾ എന്തായാലും ഇതൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. എനിക്ക് തോന്നുന്നു ഒരു മാസം മുൻപ് ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരിക്കുന്ന സമയത്ത് നിയർ ബൈ ഏതെങ്കിലും അമ്പലത്തിൽ പോകാമല്ലോ എന്ന് കരുതി സെർച്ച് ചെയ്തിട്ടാണ് ഈ അമ്പലത്തിലേക്ക് പോയത്. ബാംഗ്ലൂരുള്ള ഒരുപാട് പേർക്കും ഇങ്ങനെ ഒരു അമ്പലം അവിടെ ഉണ്ടെന്ന് അറിയണമെന്നില്ല. കാരണം അതാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ. ഞാൻ ആക്ച്വലി ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് പോയപ്പം ലൊക്കേഷൻ ഇട്ട് പോകുന്നതിന് മുൻപേ തന്നെ ഞാൻ ഗൂഗിളിൽ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം ഐ വാസ് ഷോക്ക്ഡ് ആക്ച്വലി. ഇങ്ങനെ ഒരു അമ്പലം ബാംഗ്ലൂർ ഉണ്ടോ? നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ആണോ? ഓക്കെ, എന്നാൽ പോയി നോക്കാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഞാൻ ആക്ച്വലി വന്നത്. ലൊക്കേഷൻ ഇട്ട് അവിടെ റീച്ച് ആയപ്പം അമ്പലം കാണാനില്ല. വീണ്ടും ഞാൻ ഷോക്കായി. ഇതെവിടെ ഇപ്പോൾ അമ്പലം? അങ്ങനെയായി എൻ്റെ ചിന്ത. അപ്പോൾ ഒരു ചെറിയ ഗുഹ പോലത്തെ ഒരു സാധനം കണ്ടു. അതിൻ്റെ ഉള്ളിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങുമ്പോഴാണ് ഈ അമ്പലം ഉള്ളത്. ആ ഒരു ചെറിയ ഗുഹയ്ക്കകത്ത് ഇത്രയും വലിയൊരു അമ്പലം ഉണ്ടോ എന്ന് തന്നെ ആളുകൾക്ക് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ദേ കണ്ടില്ലേ, ഞാനും അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നല്ലപോലെ പ്രാർത്ഥിച്ചു. പാലഭിഷേകമൊക്കെ ചെയ്തു. എന്താ പറയുക, ഒരു ആ വൈബ് ഒരു വല്ലാത്ത വൈബ് തന്നെയായിരുന്നു. അന്ന് ഞാൻ പോയ സമയത്താണെന്ന് തോന്നുന്നു നല്ല മഴയുണ്ടായിരുന്നു. അവിടെ എത്തുന്നവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഓരോ രൂപങ്ങളും വ്യത്യസ്തമായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കേദാർനാഥ്, ബദ്രിനാഥ്, അമർനാഥ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് അതിൻ്റെയൊക്കെ ഓരോ പോർഷൻസ് അവിടെ ഉണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറുതായിട്ടുള്ള ഒരു വാട്ടർഫോൾസ് പോലെയും എന്താ പറയുക, നമുക്ക് ഒരു മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാനായിട്ട് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരാം. ഇങ്ങനെ ഒരു അമ്പലം ശിവോഹം എന്നാണ് ഇതിൻ്റെ പേര്. ഓം ശിവോഹം. അപ്പോൾ സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ കിട്ടും നമുക്ക്. ഒരുപാട് പേർക്ക് അറിയണമെന്നില്ല. കാരണം എനിക്കും ഞാൻ പറഞ്ഞ പോലെ അറിയില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. എനിക്ക് ആക്ച്വലി അമ്പലങ്ങളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ മോസ്റ്റ്ലി ഒരുപാട് അമ്പലങ്ങളിൽ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെ ഏതെങ്കിലും ഒരു അമ്പലം പോകാമല്ലോ എന്ന് കരുതി സെർച്ച് ചെയ്ത് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നപ്പം എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടായി എൻ്റെ മൈൻഡ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മൈൻഡൊക്കെ ഫ്രീ ആക്കാൻ അമ്പലം ഇഷ്ടമുള്ളവർക്ക് ഇങ്ങോട്ടേക്ക്